പവർ ഓണാക്കി പവർ സ്വിച്ച് പ്രസ് ചെയ്തു. ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ബൈ റിലീസായിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ റിലീസാവാത്ത പ്രശ്നമാണ് കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് പവർ സ്വിച്ച് ബാക്കിലൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓണായിട്ടുണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് സർവീസ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസുകളാണ്. നമ്മൾ തുടരെ ഇപ്പോൾ വീഡിയോസുകളൊക്കെ സെയിൽസ് റിലേറ്റഡുള്ള വീഡിയോസുകളാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും പരാതിയാണ്, സർവീസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ നിങ്ങൾ കൂടുതലും സെയിൽസ് റിലേറ്റഡ് വീഡിയോസുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് മദർ ബോർഡുകൾ, അതുപോലെ തന്നെ ഒരു മൈക്രോവേവ്, ഒരു ലാപ്ടോപ്പൊക്കെ ഉണ്ട്. മദർ ബോർഡ് നമുക്ക് കൊറിയർ വന്നതാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു ഗ്രാഫിക്സ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി ഇത് എവിടെ സർവീസിന് കൊടുത്തിട്ടായിട്ടുള്ള ഒരു ജോബ് നമ്പർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എസ്പെഷ്യലി ഗ്രാഫിക്സ് കാർഡ് പോലുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സർവീസിന് വിടരുതെന്ന് പറയാറുണ്ട്. അത് മദർ ബോർഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് എന്താണ് ഏതാണെന്നൊന്നും നമ്മളോട് ചോദിക്കരുത്. കാരണം പുറത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗ്രാഫിക്സ് കാർഡ് പോലുള്ള ഐറ്റംസുകളൊക്കെ എന്തായാലും നിങ്ങൾ പുറത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും അയക്കരുത്. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് പുള്ളി വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. വേറെ എവിടെ എറണാകുളം ജോബ് നമ്പറൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തത് നമുക്കൊരു ജിഗാബൈറ്റ് 310 മദർ ബോർഡാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് 8 GB റാമൊക്കെ കാണുന്നുണ്ട്. ഇത് എന്താ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഡിസ്പ്ലേ ആണ്, വർക്ക് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ഇതെല്ലാതും ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് അയച്ചത് കംപ്ലീറ്റ് ഒരു ഷോപ്പിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈ 3 മദർ ബോർഡും ഈ ഗ്രാഫിക്സ് കാർഡും. ലാപ്ടോപ്പ് പിന്നെ വേറെയാണ്. ഇത് ASUS H61 മദർ ബോർഡാണ്. ഇത് നോ ഡിസ്പ്ലേ. പിന്നെ ഒരു ഡെല്ല് ബ്രാൻഡഡ് ബോർഡാണ്. ഇതും വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. അടുത്തത് നമുക്ക് വരുന്നത് ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇത് നമുക്ക് വി ഗാർഡ് ഇൻഡക്ഷൻ കുക്കറാണ് വരുന്നത്. ഇത് നമുക്ക് സ്വിച്ചാണ് വരുന്നത്. എന്താ, ഞാനിതൊരു ക്വിക്ക് ടെസ്റ്റ് ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ഇത് പുള്ളി പറഞ്ഞിട്ടുള്ളതും അതാണ്. ഇത് നമ്മൾ പവർ സ്റ്റാൻഡ് ബൈ റിലീസ് ആവാത്ത പ്രോബ്ലമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഇതിൻ്റെ മുന്നേക്ക് ഞാൻ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം മോഡൽ അല്ലെങ്കിലും ഇത് ഈ ഒരു പ്രോബ്ലം ഉള്ളതിൻ്റെ കംപ്ലൈൻറ്റ്. പിന്നെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റാണ് ഇത് പവർ ബട്ടൺ സ്റ്റാൻഡ് ബൈ റിലീസ് ആവാത്തത്. അത് മിക്കതും ഈ ഒരു പവർ ബട്ടൺ കംപ്ലൈൻറ്റ് വന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതും എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതൊക്കെ മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് പിന്നെ നോക്കാനുള്ളത് ഒരു എയർ കമ്പനിയുടെ ഒരു മൈക്രോ ഓവനാണ്. ഇതിന്മേലൊക്കെ ഒരു ജോബ് നമ്പർ പോലെ കാണുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, പുറത്ത് എവിടെയും കൊടുത്താന്നറിയില്ല. ഇതും ഇൻഡക്ഷൻ കുക്കറും ഒരു കസ്റ്റമറാണ്. ഇത് ഇതിൻ്റെ അകത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത് വർക്കിംഗ് ആണ്, ചൂടാണില്ല എന്നാണ്. അപ്പോൾ മൈക്രോ ഓവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കംപ്ലൈൻറ്റും കോമൺ ആയിട്ടൊരു കംപ്ലൈൻറ്റാണ്. ഈ മാഗ്നട്രോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻറ്റ് വരും. അപ്പോൾ പിന്നെ ഇതിന് മുന്നത്തേക്ക് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ആരും ഇത് ശരിയാക്കാൻ തയ്യാറാവില്ല. ഒന്നാമത്തത് അതിൻ്റെ മാഗ്നട്രോൺ കോസ്റ്റ് വരും. അത് നമുക്ക് ഓൺലൈനിലോ അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിക്കാൻ ചിലപ്പോൾ ചിലത് കിട്ടരുത്. ഇപ്പോൾ എയർ കമ്പനിയുടെ ആണ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഞാനത് ഓപ്പണാക്കി നോക്കിയിട്ടൊന്നുമില്ല. ചിലത് നമുക്ക് ഓപ്പണാക്കി നോക്കിയാൽ ചിലപ്പോൾ ആ ഭാഗത്തേക്ക് വരുന്ന ഫ്യൂസോ മാഗ്നട്രോണിൻ്റെ ഏതെങ്കിലും ബോർഡിൽ എന്തെങ്കിലും കമ്പോണൻറ്റ് പോയാലും ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്കൊരു 90% വന്ന കംപ്ലൈൻറ്റുകളൊക്കെ ഈ ഒരു കംപ്ലൈൻറ്റാണ്. ഇത് പിന്നെ OTG ഇല്ല കേട്ടോ. ഇത് നമുക്ക് വെറും മൈക്രോ ഓവൻ മാത്രമാണ് ഉള്ളത്. സാധാരണ ചിലതിൻ്റെയൊക്കെ നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന സെക്ഷൻ വർക്കിംഗ് ആവും. ഈ ഒരു പ്രോബ്ലം ആയിക്കാറുണ്ടാകുക. ഇപ്പോൾ ഈ നോമ്പായത് കാരണം ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ അതുപോലെ തന്നെ മൈക്രോ ഓവനൊക്കെ ആളുകളൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ വേറെയും 1-2 ഇൻഡക്ഷൻ കുക്കർ നമ്മളവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കമ്പോണൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എനിവേ നമുക്കിത് 1 by 1 ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ്, അതെല്ലാം പാടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാൻ ചാൻസ് കമ്മിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മിക്ക ഇൻഡക്ഷൻ കുക്കറിൻ്റെ നമുക്ക് IGBT പോയി കഴിഞ്ഞിട്ട് ഷോർട്ട് ആകാറാണ് പതിവ്. ഇപ്പോൾ ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ കാര്യത്തിൽ അതല്ല. അപ്പോൾ ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അതുപോലെ തന്നെ മൈക്രോൻ്റെ മാഗ്നട്രോൺ പോകാനൊക്കെ എന്താ ചാൻസ് കമ്മിയും, നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒക്കെ IGBT പെട്ടെന്ന് പോകാൻ എന്താ കാരണം എന്നൊക്കെ അതിൻ്റെ മുന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു.
അപ്പോൾ ഞാനതൊന്നും കൂടി പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ IGBT പെട്ടെന്ന് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാത്രമാണ് സങ്കല്പിക്കുക. അപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും അത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ പവർ ഓഫാക്കാതെ നമ്മൾ ആ പാത്രം ഇതുപോലെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേട്ടോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് IGBT പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ 1-2 വട്ടമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ IGBT പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാഗ്നട്രോണും അതുപോലെ തന്നെയാണ്. നമ്മളിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടൈം ആകുന്നതിൻ്റെ മുന്നേ കൗണ്ട് ഡൗൺ കഴിയുന്നതിൻ്റെ മുന്നേ നമ്മൾ പോയിട്ട് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നട്രോനും ഇതുവരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു IGBT പോകേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പാത്രം എടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ മദർ ബോർഡിൻ്റെ ഒക്കെ സർവീസിങ് വീഡിയോസുകളൊക്കെ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. നമ്മൾ പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് അതിലിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ മദർ ബോർഡ് സർവീസിങ്ങും കാര്യങ്ങളൊക്കെ ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോസിലും നമുക്കൊരു 100 വീഡിയോസിൽ ചെയ്താലും ഒരു മദർ ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഫുള്ളായിട്ട് പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഓരോ കംപ്ലയിൻറ്റും ഞാൻ അതിൽ പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ കാര്യം നമുക്ക് എല്ലാതും ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് എല്ലാ പ്രോബ്ലം കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോന്ന് നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ പല ഇൻഡക്ഷൻ കുക്കറിന് പല രീതിയിലുള്ള പ്രോബ്ലം കാര്യങ്ങളൊക്കെ കാരണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ പോവാം. അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു V-ഗാർഡ്. അപ്പോൾ നമുക്കിത് ടച്ച് അല്ല വരുന്നത്, നമുക്കിത് സ്വിച്ചാണ് വരുന്നത്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് നമുക്കിത് സീരിയൽ ലാമ്പ് വെച്ചിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓൺ ആയിട്ടുണ്ട്, പക്ഷേ സ്റ്റാൻഡ് ബൈ റിലീസ് ആവണില്ല. പവർ സ്വിച്ച് ഇത് സാധാരണ ചിലതൊക്കെ സ്വിച്ച് കംപ്ലൈൻറ്റ് വന്നാൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്കിത് ഓപ്പൺ ആക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് വേണമെങ്കിൽ പാരലായിട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് സ്റ്റാൻഡ് ബൈ റിലീസാവാത്ത പ്രശ്നമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതേ സെയിം കംപ്ലൈൻറ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പവർ ബട്ടണായിരുന്നു ഇതേപോലെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് പവർ സ്വിച്ച് ഒന്ന് നമുക്ക് എന്താ കംപ്ലൈൻറ്റ് എന്നൊക്കെ നോക്കി നോക്കാം. അപ്പോൾ നമുക്കതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ബ്രഷ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്കൊന്നും കൂടി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോഴും സീരിയൽ ലാമ്പ് വഴിയാണ് ഓൺ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതാണ് ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് പവർ സ്വിച്ച് ബാക്കിലൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പവർ സ്വിച്ചാണ് കംപ്ലൈൻറ്റ്. ഇത് നമുക്കിത് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഒന്നുമില്ലെങ്കിൽ ഈർപ്പം അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ നനവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വിച്ചിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ക്ലാവ് പിടിച്ചിട്ട് അത് കോണ്ടാക്റ്റ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു സ്വിച്ച് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് തന്നെ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോണത്. ഞാനിവിടെ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കണക്ഷൻ ഊരിട്ടു.
അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ബ്ലേഡ് എടുത്തതിന് ശേഷം ഇവിടെ ഓരോ ലോക്കുകൾ ഉണ്ടാവും, അത് ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. 4 സൈഡും 4 കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഓപ്പൺ ആക്കുക. ഇതുപോലെ ഓപ്പൺ ആക്കി എടുത്തതിന് ശേഷം ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൽ നമുക്ക് നോക്കിയാൽ കോണ്ടാക്റ്റ് നഷ്ടപ്പെടാൻ കാരണം നമുക്കിതിൽ ക്ലാവ് പിടിച്ചത് കാരണമാണ് കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടുള്ളത്. ഇതപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ സോക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ടിന്നറോ അല്ലെങ്കിൽ മണ്ണെണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ PCB ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മണ്ണെണ്ണ, ടിന്നർ അല്ലെങ്കിൽ ഡീസലോ പെട്രോളോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാം. അതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രഷ് കൊണ്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. അതിന് ശേഷം ഈ പവർ സ്വിച്ചിനകത്ത് വരുന്ന ഈ ഒരു പ്ലേറ്റ് നല്ല രീതിയിൽ ഈ ഒരു സൈഡ് ക്ലീൻ ചെയ്യുക. അതും ഇതുപോലെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നല്ല തുടച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് കൊടുക്കുക. ഉണ്ടോ, ആ ഒരു സിൽവർ കളർ ഇതുപോലെ നല്ല രീതിയിൽ തെളിഞ്ഞ് വരുന്ന വരെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഇൻഡക്ഷൻ കുക്കറിന് കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻ്റാണ്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബട്ടണാണ് കംപ്ലൈൻറ്റ്. ഇതിൽ എല്ലാ ബട്ടണും ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ടാവും. ഇതിൽ ചിലപ്പോൾ ഈ ഇൻഡക്ഷൻ കുക്കറിൽ ചിലപ്പോൾ ഇതിൽ മറ്റുള്ള ബട്ടണൊക്കെ ഇതുപോലെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ടാവും. നമുക്ക് അപ്പും ഡൗണൊക്കെ ചിലപ്പോൾ കൂടുതലായിട്ടും കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ടും നമുക്കിതിൻ്റെ അകത്തേക്ക് ഈർപ്പം തട്ടിക്കഴിഞ്ഞാലാണ് ഈ ഒരു പ്രോബ്ലം വരിക. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് സ്വിച്ച് റീപ്ലേസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു രീതിയാണ്. അത് നമുക്ക് ഗമ്മ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ അത് ക്ലീൻ ആയിട്ടുണ്ട്. അതിന് ശേഷം അത് നല്ല രീതിയിൽ ഇതിൻ്റെ ഈർപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തുടക്കുക. ഈർപ്പം വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾ മണ്ണെണ്ണ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ഡ്രൈ ആവും. മണ്ണെണ്ണ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ അതൊന്ന് തുടച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ അതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലേറ്റ് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ ഈ പവർ സ്വിച്ചിൻ്റെ ലോക്ക് ഇതുപോലെ സ്വിച്ച് അതിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം ഇതിൽ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ വെക്കുന്ന സമയത്ത് താഴെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക.
ഇതിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലസ് കിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 2 സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് ഒന്ന് ഹീറ്റിങ്ങിൽ ഇടട്ടെ. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഞാനിവിടെ നല്ല രീതിയിൽ അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും പശ വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിക്കാനുള്ളൂ. ഇതിൻ്റെ മുകളിൽ നമുക്കതിൻ്റെ പാനൽ വരുന്നത് കൊണ്ട് നമുക്കത് ഇളകി പോകാനും ചാൻസ് ഇല്ല. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും സീരിയൽ ലാമ്പ് വഴിയാണ് ചെക്ക് ചെയ്യണത്. പവർ ഓണാക്കി പവർ സ്വിച്ച് പ്രസ് ചെയ്തു. ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ബൈ റിലീസായിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയും നമുക്ക് ഇതുവരെ ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്താ ഷോക്ക് ഏൽക്കില്ല എന്നൊരു ആൾ മെസ്സേജ് ഉണ്ടാകുന്നത്. നമുക്ക് 5 വോൾട്ടാണ് ഈ പാനിലേക്ക് വരിക എന്ന് കരുതി പിന്നെ IGBT ഏതെങ്കിലും ഷോർട്ടോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഭാഗത്തേക്ക് നമുക്ക് 230 വോൾട്ട് നമുക്ക് ഫേസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് പ്രോബ്ലം കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ബോർഡ് നമുക്ക് 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ടച്ച് ചെയ്യുന്നതുകൊണ്ട് ഷോക്ക് ഏൽക്കാത്തത്. അപ്പോൾ നിങ്ങൾ IGBT ഷോർട്ടോ മെയിൻ ബോർഡ് ഓപ്പൺ എന്തെങ്കിലും ഫ്യൂസ് ഓപ്പണൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഈ ഭാഗത്തേക്ക് ഫേസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പാരലായിട്ടാണ് കൊടുക്കുന്നത്. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം. അപ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസായിട്ടുണ്ട്. അപ്പ് ഡൗൺ ഒന്നും കുഴപ്പമില്ല. സാധാരണ ഇതിനും കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് വെള്ളം നല്ല രീതിയിൽ തിളക്കുന്നുണ്ട്. അപ്പോൾ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ പവർ ബട്ടണിരുന്ന് കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാൻ എന്തായാലും ഓഫ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ ഇതിലും നല്ല ടെക്നോളജി റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. ബൈ.